ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ സദാപന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമായിട്ടുള്ള ബസൂക്ക എന്ന് പറയുന്ന സിനിമയുടെ ആദ്യ ഷോയിനെ കുറിച്ചാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. മലയാളത്തിന്റെ സ്വന്തം മമ്മൂക്കയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ഡിനോ ഡെന്നീസ് ആദ്യമായി കഥയും രചിച്ച് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബസൂക്ക എന്ന് പറയുന്ന സിനിമ. ഗൗതം വാസുദേവ് മേനോനും ചിത്രത്തിൽ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് എത്തുമ്പോൾ മലയാളത്തിലെ പ്രിയ താരങ്ങൾ ചിത്രത്തിൽ അണിയിറക്കുന്നുണ്ട്. വളരെയധികം പ്രതീക്ഷയോടെയുള്ള ഒരു ട്രെയിലറും ടീസറും ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടപ്പോൾ തന്നെ സിനിമ കാണാൻ വേണ്ടിയുള്ള പ്രേക്ഷകരുടെ ആകാംക്ഷ വർദ്ധിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോയ്ക്ക് കൃത്യം 9 മണിയോടുകൂടി കേരളത്തിലെ തിയേറ്ററുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ പകുതി പിന്നിട്ടപ്പോൾ തന്നെ മികച്ച അഭിപ്രായങ്ങൾ ചിത്രത്തിന് നേടിയെടുക്കാൻ സാധിച്ചെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തൊക്കെയാണ് 2 മണിക്കൂർ 34 മിനിറ്റുള്ള ചിത്രം ഇതിനോടെ തന്നെ പ്രേക്ഷകരെ ത്രില്ലടിപ്പിക്കുന്ന മികച്ച ഒരു ആക്ഷൻ ത്രില്ലർ എന്റർടൈനറായിട്ട് മാറി എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. എന്തൊക്കെയാലും ലാലേട്ടൻ നായകനായിട്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മലയാള സിനിമാ ലോകത്തിന് പ്രത്യേകിച്ച് തിയേറ്ററുകൾക്കെല്ലാം തന്നെ ഉണർവേകാൻ മമ്മൂട്ടി ചിത്രം ബസൂക്കയ്ക്ക് സാധിക്കുമെന്ന് ഇതിനോടൊപ്പം തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രം വലിയ കളക്ഷൻ തന്നെ ആദ്യ ദിനം സ്വന്തമാക്കാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്ക് മികച്ച റെസ്പോൺസ് തന്നെയാണ് ചിത്രം കണ്ടിറങ്ങുന്ന പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് ചിത്രം വലിയ വിജയങ്ങൾ തന്നെ സ്വന്തമാക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് നായകനായിട്ട് ബസൂക്ക എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും.